വാർത്തകൾ തുടരുകയാണ്. ഇനി ന്യൂസ് മലയാളത്തിന്റെ ഓണവിശേഷങ്ങൾ നോക്കാം. ഓണം പൊന്നോണം. ഓണത്തിന് പൂക്കളത്തിനൊപ്പം തൃക്കാക്കരയപ്പനെ വയ്ക്കുന്നതും പൂജ ചെയ്യുന്നതുമെല്ലാം പതിവാണ്. ഈ ഓണക്കാലത്തും തൃക്കാക്കരയപ്പനെ നിർമ്മിക്കുന്ന പതിവ് തൃശൂർ കൊടകര സ്വദേശിനി മിനി ഉണ്ണി തെറ്റിച്ചിട്ടില്ല. 20 വർഷക്കാലമായി തൃക്കാക്കരയപ്പനെ നിർമ്മിക്കുന്ന മിനിക്ക് ഓണക്കാലം എന്നാൽ തിരക്കോട് തിരക്കാണ്. മാവേലി എന്നും മാദേവരെന്നും കരുതപ്പെടുന്നു. മഹാവിഷ്ണുവെന്നാണ് മറ്റൊരു സങ്കല്പം. അതെന്തു തന്നെയായാലും അത്തം തുടങ്ങി തിരുവോണം വരെ പൂക്കളമിടുന്നവർക്ക് തൃക്കാക്കരയപ്പൻ നിർബന്ധമാണ്. തിരുവോണനാളിൽ പുലർച്ചെ നാക്കിലയിൽ പീഠം വെച്ച് അരിമാവ് കൊണ്ട് കോലം വരച്ച് പൂക്കളത്തിൽ തൃക്കാക്കരയപ്പനെ വയ്ക്കും. കൂടെ പരമശിവനും മാവേലിയും ഉണ്ടാകും. 3, 5, 7 എന്നിങ്ങനെയാണ് വീടുകളിൽ വയ്ക്കുന്ന തൃക്കാക്കരയപ്പന്മാരുടെ കണക്ക്. പൂക്കളത്തിന് പുറത്ത് വീടിന്റെ പല ഭാഗങ്ങളിലായി വയ്ക്കുന്നവരും നിരവധിയാണ്. മഹാബലി പാതാളത്തിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രതീകമായിട്ടാണ് ഇത് വെക്കുന്നതെന്ന് പറയാം. അപ്പോൾ പച്ചമണ്ണ പണ്ട് ആൾക്കാർ അങ്ങനെയാണ് പച്ചമണ്ണെടുത്ത് ഇങ്ങനെ ഇതാക്കി വെച്ച് പൂജ കഴിഞ്ഞാൽ അത് വെള്ളത്തിൽ അങ്ങനെ മഴ കൊണ്ട് അത് പോകണമെന്നാണ് പറയാം. ഇതിപ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയിലൊക്കെ ഉണ്ടാക്കി പെയിൻ്റ് ചെയ്ത് വെക്കുമ്പോൾ ചിലപ്പോൾ അതിന് കേടുപാടുകളൊന്നും വരുന്നില്ല. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യുന്നു, അതൊന്നോ രണ്ടെണ്ണം എടുത്ത് മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ അപ്പോൾ എടുത്ത് വെച്ചിട്ട് പിന്നെയും അത് അടുത്ത കൊല്ലത്തേക്ക് ഉപയോഗിക്കും. വേവിച്ച രൂപങ്ങൾ നമുക്ക് വെക്കാം ചൂളയിലിട്ട്. പക്ഷെ ഇത് പച്ച മണ്ണാണ്, പൂജ കഴിഞ്ഞാൽ വെക്കാൻ പാടില്ല എന്നാണ്. തൃശൂർ കൊടകര സ്വദേശിയായ മിനി ഉണ്ണി കഴിഞ്ഞ 20 വർഷത്തിലേറെയായി തൃക്കാക്കരയപ്പനെ നിർമ്മിക്കുന്നു. കുംഭാര സമുദായാംഗമായ ഇവരാകട്ടെ തലമുറകളായി മൺപാത്ര നിർമ്മാണ തൊഴിലാളിയുമാണ്. കളിമൺ കലാരൂപങ്ങളും മൺപാത്രങ്ങളുമൊക്കെ പതിവായി നിർമ്മിക്കുന്ന മിനി അതിൽ നിന്നും ഒരിടവേളയെടുത്താണ് തൃക്കാക്കരയപ്പനെ നിർമ്മിക്കാൻ സമയം കണ്ടെത്തുന്നത്. ഇപ്പൊ മണ്ണിനായാലും പെയിന്റിനായാലും എല്ലാത്തിനും എല്ലാ മേഖലയിലും പൈസ കൂടുന്നുണ്ടല്ലോ. പക്ഷെ ഇത് അന്നത്തെ പോലെ 350, 300 അങ്ങനെയുള്ളൊരു രീതിയിൽ തന്നെയാണ് പോണത്. ഇപ്പം ചില സ്ഥലത്തൊക്കെ നമ്മളൊരു 10 രൂപ ഒക്കെ കൂട്ടി പറയുമ്പോൾ അവർ കുഴപ്പമില്ല. അപ്പം ഇവിടെ സ്ഥിരം കച്ചവടക്കാർ വരുമ്പോൾ കൊല്ലത്തിൽ ഒരെണ്ണത്തിൽ 2 രൂപ വെച്ച് പെയിന്റിന് കൂടി മണ്ണിന് കൂടി എന്ന് പറയുമ്പോൾ അവർ തരുന്നുണ്ട്. പക്ഷെ എല്ലാ സ്ഥലത്തും അങ്ങനെ ആവില്ലല്ലോ. പക്ഷെ ആൾക്കാരിത് വാങ്ങുന്നുണ്ട്, അവർക്കിത് അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ. ഓണവിപണിയിലും പ്രദർശനങ്ങളിലുമെല്ലാം തൃക്കാക്കരയപ്പനെ തേടി മിനിയെ സമീപിക്കുന്നവർ നിരവധിയാണ്. അതുകൊണ്ട് തന്നെ തിരുവോണം ഇങ്ങെത്തും മുൻപ് നിർമ്മാണം പൂർത്തീകരിച്ച് ആവശ്യക്കാർക്ക് ഇതെല്ലാം കൈമാറണം. അതിനായുള്ള തിരക്കിട്ട ജോലികളിലാണ് കുംഭാര സമുദായ സഭയുടെ തൃശൂർ ജില്ലാ സെക്രട്ടറി കൂടിയായ മിനിയും കുടുംബവും. ന്യൂസ് മലയാളം, തൃശൂർ.